ബാക്ക് ഏക്ക് അഥവാ നടുവേദന നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയേറെ കണ്ടുവരുന്ന ഒരു രോഗമാണ്. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് ആളുകളെ അലട്ടുകയും ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ നടുവേദന. ഈ നടുവേദനയ്ക്ക് ആയുർവേദത്തിൽ ശാശ്വതമായി എന്ത് പരിഹാരം ചെയ്യാൻ കഴിയുമെന്ന് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ, തിരുനാവായ. നമ്മുടെ നെർവസ് സിസ്റ്റമാണ് നമ്മൾക്ക് വേദനകൾ നമ്മളെ അറിയിക്കുന്നതും അതുപോലെ തന്നെ വേദനകൾ മാറ്റാൻ ആയി മരുന്നുകൾ കഴിക്കുമ്പോൾ ആ വേദന മാറിയെന്ന് നമ്മൾ ഫീൽ ചെയ്യിക്കുന്നതും ഈ നെർവസ് സിസ്റ്റമാണ്. ഇതിൽ 33 കശേരുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. നട്ടൽ എന്ന് പറഞ്ഞാൽ ഈ 33 കശേരുക്കൾ ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെച്ചതുപോലെയാണ് നിൽക്കുന്നത്. അത് നമ്മുടെ കയ്യിലെയോ കാലിലെയോ ബോൺസ് പോലെ ഒറ്റ ബോണല്ല. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കുകളുണ്ട്. ഈ ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിക്കുകയോ നീർക്കെട്ട് വരികയോ ഡിസ്ക് തള്ളുകയോ ചെയ്യുമ്പോൾ അത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള ഞരമ്പുകളിൽ പ്രഷർ ഉണ്ടാക്കുകയും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് വഴിയാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇതിനുള്ള കാരണങ്ങൾ പലതായിരിക്കാം, പക്ഷേ വേദനയുടെ സ്വഭാവം പലപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു നടുവേദന എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വ്യക്തവും കൃത്യവുമായ രോഗനിർണയം ആവശ്യമാണ്. ഇതിൽ സ്പോണ്ടൈലോസിസ്, സ്പോണ്ടൈലൈറ്റിസ്, സ്പോണ്ടൈലോലിസ്തസിസ് എന്നൊക്കെ പല ടേംസ് നിങ്ങൾ MRIകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ രോഗമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. പക്ഷേ ഇതിലെല്ലാം സംഭവിക്കുന്നത് നെർവ് കംപ്രഷനും അതുവഴിയുള്ള പെയിനുമാണ്. പിന്നെ ഇതുകൂടാതെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ഓരോ നെർവ്സിൻ്റെ സൈഡിലൂടെയും ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് ഓരോ സ്ഥലങ്ങളിലേക്കും രക്തം എത്തിക്കേണ്ടതുണ്ട്. ഈ രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ്, അതിൻ്റെ പോഷകങ്ങൾ, ഇതിനെല്ലാം അനുസരിച്ചാണ് നമ്മുടെ അവയവങ്ങൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും. ഇതിൽ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് നടുവേദനയായി പ്രത്യക്ഷപ്പെടാം. നടുവേദന ക്യാൻസർ മുതൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള നീർക്കെട്ട് വരെ ഉണ്ടാകാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിൽ നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ലോ ബാക്ക് ഏക്കാണ്. ലോ ബാക്ക് ഏക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ കൂടുന്ന പെയിന്, അതുപോലെ കുറേ സമയം കിടന്നാൽ വേദന വരിക, കുറച്ച് സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന വരിക, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ മലർന്ന് കിടന്നാൽ പെയിൻ ഉണ്ടാവുക. ചില ആളുകൾക്കാണെങ്കിൽ കൈ മേലോട്ട് കയറ്റി വെക്കുമ്പോൾ കൈയിൻ്റെ സൈഡിലും കഴുത്തിൻ്റെ സൈഡിലും വേദനകൾ വരിക. അതുമല്ലാതെ കാലിലേക്ക് വേദന വരിക, കൂടുതൽ നിൽക്കുമ്പോൾ കാലിൽ വേദന വരിക, അതല്ലെങ്കിൽ കിടന്ന് ഉറങ്ങിയ ശേഷം കയ്യോ കാലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു മറിച്ച് ഇടുന്ന സമയത്ത് വേദന. ഇതെല്ലാം ഓരോ തരത്തിൽ ഓരോ ഏരിയയിൽ നട്ടലിലെ ഈ 32 കശേരുക്കളുടെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാവുന്ന നീർക്കെട്ട് കൊണ്ടും അതുപോലെ തന്നെ ഡിസ്കുകൾ തള്ളുന്നത് കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിനുള്ള പരിഹാരം ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള 3 തരം പരിഹാരങ്ങളാണ് പറയാനുള്ളത്. അതിൽ ആദ്യത്തേത് എക്സസൈസാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലർന്ന് കിടന്നിട്ട് ഓപ്പോസിറ്റ് കൈയും കാലും പൊക്കുന്നത്, വലത്തെ കാലും ഇടത്തെ കൈയും ഒരുമിച്ച് പൊക്കുക, ശ്വാസം വലിച്ചുകൊണ്ട് മെല്ലെ പൊക്കുന്നതും അതുപോലെ താഴ്ത്തുകയും ചെയ്യുക. ശ്വാസം വലിച്ചുകൊണ്ട് പൊക്കുക, താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക. ഇതുപോലെ മറ്റേ കൈയും കാലും ഇതുപോലെ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ, ആ കേടുവന്ന ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ കൂടുകയും അതുവഴി ചെറിയ ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ തന്നെ ഈ എക്സസൈസ് എന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു മറുവശമാണ് മർമ്മ തെറാപ്പി. അത് പാരമ്പര്യമായിട്ട് നമ്മുടെയൊക്കെ ഫാമിലികളിൽ ചെയ്തു വരുന്ന തെറാപ്പിയാണ്. എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷനും ഫിസിയോളജിക്കൽ ആസ്പെക്റ്റും നോക്കിയ ശേഷം കാലുകൾ വലിച്ചിട്ട്, ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെയ്യാറുള്ളത് ആളെ കമഴ്ത്തി കിടത്തിയിട്ട് കാല് വലിച്ച് അപ്പോൾ തന്നെ പെയിൻ മാറ്റിയിട്ട് വിടുന്നൊരു സിസ്റ്റമുണ്ട്. അത് മൈൽഡായിട്ടുള്ള സ്ലിപ്പ് ഡിസ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. പക്ഷേ ഒരുപാട് ആളുകൾ സർജറി വേണമെന്നൊക്കെ പറഞ്ഞവരും വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളിലും ഇത്തരം ഒരു സിമ്പിൾ ചികിത്സ കൊണ്ട് ഭേദമാകുന്നത് കാണാറുണ്ട്. പക്ഷേ അത് എല്ലാ തരം നടുവേദനയ്ക്കും പരിഹാരമാണെന്ന് കരുതരുത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മെഡിസിൻസാണ്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന വീക്കം, ഈ വീക്കം എന്തെങ്കിലും
നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കുറേ സമയം ഇരിക്കുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ വീഴ്ച, അടി, ഇടി, ചതവ് അതുകൊണ്ടോ, അതല്ലെങ്കിൽ കൂടുതൽ സമയം നമുക്ക് പരിചയമില്ലാത്ത ജോലികളിൽ കുറേ സമയം ഏർപ്പെടുന്നത് കൊണ്ടോ ഒരു പ്രത്യേക ഏരിയയിലേക്ക് നീർവീഴ്ച വരാം. ഈ നീർവീഴ്ചയ്ക്ക് അതിനോടൊപ്പം ചിലപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ട് കൂടി നീർവീഴ്ച വരാം. അത് ആർത്രൈറ്റിസ് ആയിട്ട് വരാം. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, പിന്നെ ആമവാദം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുണ്ട്. അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, സന്ധിവാതങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ആർത്രൈറ്റിസ് ആയിരിക്കാം. ഈ ആർത്രൈറ്റിസിലൊക്കെ ഇൻഫെക്ഷൻസ് പലപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഒന്ന് ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകളായിരിക്കാം. അതല്ലെങ്കിൽ പല മരുന്നുകളും നെർവസ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കശേരുക്കളുടെ 2 സൈഡിലും ഒരുപാട് മസിൽസ് ഉണ്ട്. ഈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുമുള്ള മരുന്നുകളെ കൊണ്ട് ഈ വേദനകൾ മാറ്റാൻ കഴിയുന്നതാണ്. അത് മരുന്ന് കഴിക്കലും ആവാം, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാവുന്ന ചില ആപ്ലിക്കേഷൻസ്, ഓയിലോ അല്ലെങ്കിൽ ലിനമെൻറ്റ് എന്ന് പറയുമ്പോൾ ഓയിൽ പോലെ ഓയിലിനെസ് ഉണ്ടാവില്ല, ഒരു ലിക്വിഡായിരിക്കും, പെട്ടെന്ന് സുഖം കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകളാണ്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടും ഈ നടുവേദനയെ മാറ്റാൻ കഴിയുന്നതാണ്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് ഒരുമിച്ച് കഴിച്ച് നടുവേദനയെ മാറ്റാം. അതും എല്ലാ പേഷ്യൻസിനും ഒരുപോലെ പറ്റില്ല. നമ്മൾ പേഷ്യൻസിനെ കണ്ട് പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിലേത് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. തേർഡ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മെത്തേഡ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പെയിനിലും വളരെ കാലങ്ങളായിട്ട് മാറാതെ നിലനിൽക്കുന്ന നടുവേദനയിലും ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അത് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്ത് റെഗുലറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റിലാണ് ഉഴിച്ചിൽ അഥവാ മസാജ് തെറാപ്പി വരുന്നത്. ഇതിൽ പഞ്ചകർമ്മയുടെ മറ്റ് തെറാപ്പികൾ എന്ന് വെച്ചാൽ, പഞ്ചകർമ്മയിൽ നടുവേദനയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചികിത്സ വസ്തിയാണ്. ഞാൻ പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ അത് ഉഴിച്ചിലോ അല്ലെങ്കിൽ കിഴിവെപ്പ്, നവരക്കിഴി, ഇലക്കിഴി, പൊടിക്കിഴി മുതലായതൊന്നും പഞ്ചകർമ്മയിൽ വരുന്നതല്ല. നടുവേദനയ്ക്കുള്ള പഞ്ചകർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വസ്തിയാണ്. മറ്റേതെല്ലാം വസ്തിക്ക് മുന്നോടിയായി നമ്മൾ ചെയ്തിരിക്കേണ്ട പൂർവ്വകർമ്മങ്ങളാണ്. എല്ലാത്തരം ഒഴിച്ചിലുകളും എല്ലാത്തരം മസാജുകളും പൂർവ്വകർമ്മങ്ങളാണ്. അത് പഞ്ചകർമ്മ അല്ല. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് അത് പഞ്ചകർമ്മ അല്ല എന്ന് എടുത്തു പറയുന്നത്. കാരണം പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ 5 തെറാപ്പീസ് വേറെയാണ്. നടുവേദനയ്ക്ക് വേണ്ട പഞ്ചകർമ്മ തെറാപ്പി എന്ന് പറയുന്നത് വസ്തിയാണ്. വസ്തി 2 തരത്തിലുണ്ട്. വസ്തി ഒന്ന് മാത്രാവസ്തിയും മറ്റേത് കഷായവസ്തിയും. മാത്രാവസ്തി പല പേഷ്യൻസിനും ഔട്ട് പേഷ്യൻ വിഭാഗത്തിൽ തന്നെ ചെയ്തു പോകാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഏനൽ റൂട്ടിലൂടെ ആ ഏനസിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അറ്റത്തുള്ള വൻകുടലിൻ്റെ ഏറ്റവും അറ്റത്ത് ഉള്ള സെല്ല് ഏരിയ വഴി അബ്സോർബ് ചെയ്യാവുന്ന ചിലതരം ഓയിലുകൾ 30 മുതൽ 60, 220 ml വരെ ഇൻസ്റ്റിൽ ചെയ്യുകയാണ്. ഇത് വളരെ അധികം എഫക്റ്റീവായിട്ടുള്ളൊരു ചികിത്സയാണ്. നടുവേദനയിൽ വളരെ ഫലപ്രദമായിട്ട് എൻ്റെ 25-30 വർഷത്തെ പ്രാക്ടീസിനിടയിൽ കണ്ടിട്ടുള്ളൊരു ചികിത്സയാണ് ഈ മാത്രാവസ്തി. ഇത് ഔട്ട് പേഷ്യൻ്റ് ലെവലിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കേസ് സിവിയർ ആണെങ്കിൽ അതിൽ ചെയ്യാവുന്ന മറ്റൊരു തെറാപ്പിയാണ് ഇതുപോലെയുള്ള കഷായവസ്തി. കഷായവസ്തിക്ക് അത്ര എളുപ്പമല്ല ചെയ്യുന്നത്. ഹോസ്പിറ്റലൈസേഷന് ആവശ്യമാണ്. അത് ഞാൻ ഈ പറഞ്ഞ ഓയിലിന് പകരം മറ്റ് മരുന്നുകൾ, പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ച് 1 ലിറ്റർ വരെയുള്ള മെഡിസിൻസ് ഇതിന് ഉപയോഗിക്കാറുണ്ട്. പ്രൊസീജിയർ പേഷ്യൻറ്റിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല, പെട്ടെന്ന് മാറ്റം വരുത്തുന്നതുമാണ്. പിന്നെ ഉള്ളത് ഉഴിച്ചിലാണ്. ഇതിൽ ഉഴിച്ചിൽ എന്ന് പറയുമ്പോൾ പലതരം ഉഴിച്ചിലുകളുണ്ട്. കളരി ഉഴിച്ചിൽ, മർമ്മ ഉഴിച്ചിൽ, അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. ഞങ്ങളുടെ ഈ ചങ്ങമ്പള്ളി പാരമ്പര്യത്തിൽ, ഞാൻ പാരമ്പര്യ വൈദ്യ കുടുംബത്തിലൊരു അംഗമാണ്. അതുകൊണ്ട് പാരമ്പര്യ രീതിയിലുള്ള ചില മുറകളുണ്ട്. ഉഴിച്ചിലൊക്കെ ചില വ്യത്യസ്തതകൾ, നമ്മളതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ നോക്കുമ്പോൾ, നമ്മൾ ഇന്നത്തെ പോസ്റ്റ് മോഡേൺ തിയറി അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും. മർമ്മ തെറാപ്പികളാണ്, അതൊരു പ്രത്യേക രീതിയിലുള്ള ഉഴിച്ചിലുകളാണ്. ഇത്തരം ഉഴിച്ചിലുകൾ വളരെയധികം നടുവേദനയ്ക്ക് സുഖപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ്. പൂർണ്ണമായും ഇത്തരം ചികിത്സകളെ കൊണ്ട് പലതരം നടുവേദനകളും മാറ്റാൻ കഴിയാറുണ്ട്. ഇതിൻ്റെ ഒരു തിയറി എന്ന് പറയുമ്പോൾ, നമ്മൾ സ്ലിപ്പ് ഡിസ്ക് ഉണ്ടാവും, ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് മൈൽഡായിട്ടൊന്ന് തെന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ, ഇപ്പോൾ ഒരു ഏരിയയിൽ തെല്ലിയതാണെങ്കിൽ അതിനെ പ്രത്യേക രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഉള്ളിലേക്ക് പോവുകയും
അത് പൂർവ്വരൂപത്തിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് ഈ നടുവേദന മാറുന്നത്. അതിന് നമ്മൾ കൂടുതൽ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് ഉണ്ടാവും, കംപ്ലീറ്റ് പ്രൊലാപ്സ് ഡിസ്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക് പോയിട്ട് അവിടുന്ന് തെന്നി മാറിയിട്ടുണ്ടെങ്കിൽ അത്തരം അവസ്ഥകളിൽ ഒഴിച്ചിൽ ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. അതിന് സർജറി മാത്രമേ വഴിയുള്ളൂ. അങ്ങനത്തെ അത് ഏതാണെന്ന് തിരിച്ചറിയലാണ് ആയുർവേദ വൈദ്യൻ്റെ കഴിവ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇത്തരം ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു ട്രീറ്റ്മെൻറ്റാണ് കടീവസ്തി എന്നൊരു ട്രീറ്റ്മെൻറ്റ്. ആ പേഷ്യൻറ്റിനെ കമഴ്ത്തി കിടത്തിയ ശേഷം മൈൽഡായിട്ടുള്ള ഡിസ്ക് ബൾജിൻ്റെ മേലെ നമ്മളൊരു ബണ്ട് പോലെ മെഡിസിൻ വെച്ചൊരു ബണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ നിശ്ചിത ചൂടിലുള്ള ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യുക. ആ ഓയിലിൻ്റെ പ്രഷറും ഓയിലിൽ അടങ്ങിയിട്ടുള്ള മെഡിസിൻ്റെ ക്വാളിറ്റിയും കാരണം ഇത് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊക്കെ നമുക്ക് ആദ്യത്തെ MRIയിൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കാണുകയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഡിസ്ക് പൂർവ്വസ്ഥിതിയിലായിട്ട് വരുന്നതും കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഇത്രയ്ക്കൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത തരം നടുവേദനകളിൽ ഇപ്പോൾ നമ്മൾ സാക്രലൈസേഷൻ എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ നമ്മൾ നട്ടെല്ലിലെ ലാസ്റ്റ് കശേരുക്കുകൾ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒന്നായി കിടക്കുന്ന പോലത്തേക്ക് അവസ്ഥ. അത്തരം അവസ്ഥകളിലും നല്ല പെയിൻ, നടുവേദന നന്നായിട്ടുണ്ടാവും. അത് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യും. അത്തരം അവസ്ഥകൾ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്ത പെയിനാണ് നമ്മൾ സയാറ്റിക്ക എന്നുള്ള ടേമിൽ പറയുന്നത്. ഗൃദ്രസി എന്നാണ് ആയുർവേദത്തിൽ ഇതിനെ പറയുക. അപ്പോൾ അത്തരം പെയിനുകളിൽ നമ്മൾ അതിൻ്റെ സൈഡിലുള്ള കശേരുക്കളുടെ 2 സൈഡിലുള്ള മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ഓയിലുകൾ ഉപയോഗിച്ച് ഉള്ള തടവൽ, കിഴികൾ പലതരത്തിലുണ്ട്. നമ്മൾ ഏത് ഇലകളാണ് അതിന് എടുക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ എഫക്റ്റ് മാറ്റം വരുന്നത്. കാരണം നമ്മൾ എല്ലാ ഇലകളും എല്ലാ പേഷ്യൻസിനും പറ്റില്ല. കാരണം ഓരോ ഇലകളിലും ഓരോ തരം കെമിക്കൽസും അതിനനുസരിച്ചുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും വോളറ്റൈൽ ഓയിൽസുമാണ് അടങ്ങിയിട്ടുള്ളത്. അതനുസരിച്ച് പേഷ്യൻ്റെ പ്രകൃതി അനുസരിച്ച് നമ്മളെടുത്ത് ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി നടുവേദനയിൽ നിന്നും പൂർണ്ണമായിട്ടും മോചനം നേടാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുന്നവർ, ഒരേ സ്വഭാവമുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളിൽ ഇവർക്കൊക്കെ വരുന്ന വേദനകളിൽ എല്ലാ വർഷവും ഒഴിയേണ്ടതുണ്ട്. ഈ ഒഴിച്ചിലും ഇത്തരം ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എല്ലാ ആളുകൾക്കും എല്ലാ വർഷവും ഇതുപോലെ ചെയ്യേണ്ടതില്ല. ഒരു തെറ്റിദ്ധാരണ ഞാൻ പല പേഷ്യൻസും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഒരിക്കൽ ഒഴിഞ്ഞാൽ പിറ്റത്തെ വർഷവും ഒഴിയേണ്ടത് നിർബന്ധമാണോ എന്ന്. അങ്ങനെയില്ല. അത് ചില രോഗങ്ങളിലാണ്. നമ്മൾ ഒരു തവണ ഒരു ഭാഗത്ത് ക്ലിയറാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വീണ്ടും തിരിച്ചു വന്നിരിക്കാം. അങ്ങനെയാണെങ്കിലാണ് രണ്ടാമത് ചെയ്യേണ്ടത്. പിന്നെ ചിലതരം കേസുകളിൽ നമ്മൾ ആദ്യത്തെ ഒരു ഒഴിച്ചിൽ കൊണ്ട് പൂർണ്ണമായിട്ടും മാറില്ല, ഭാഗികമായി മാറും. എന്ന് വെച്ചാൽ ഒരു 80% ഒക്കെ മാറും. പിന്നെ അത് പൂർണ്ണമാവണമെങ്കിൽ 90 to 100% ആവണമെങ്കിൽ നെക്സ്റ്റ് ഇയേഴ്സിലും അതല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചെയ്യേണ്ടി വരും. പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ഇത്തരം ട്രീറ്റ്മെൻറ്റ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ്. എൻ്റെ അടുത്ത് ഞാൻ ക്യാൻസറിൻ്റെ ഡോക്ടർ ആണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ നടുവേദനയായിട്ട് വരാറുണ്ട്. പലപ്പോഴും സർജറി ആണ് അവരുടെ ഓപ്ഷൻ എന്ന് കരുതിയിട്ട് വരുന്ന ആളുകളിൽ പോലും ഇത്തരം ചികിത്സകൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഫലം ലഭിക്കാറുണ്ട്. ഇതിലേത് ടൈപ്പ് ചികിത്സകളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് എക്സസൈസ് കൊണ്ട് മാറ്റാം, അതല്ലെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിൻ കൊണ്ട് മാറ്റാം, അതുമല്ലെങ്കിൽ ലാസ്റ്റ് ചോയ്സാണ് മീൻസ് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള ചോയ്സുകളിൽ കുറച്ചുകൂടി, കാരണം സമയം വേണമല്ലോ, ടൈം വേണം, നമ്മളതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് വിട്ട് നിൽക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒഴിച്ചിൽ മൂന്നാമത്തെ ഒരു സെക്ഷനായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. ഇതിൽ നിന്നും വിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ സർജറി തന്നെയാണ്. പക്ഷേ സർജറിക്ക് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടും പല ലിമിറ്റേഷൻസും ഉള്ളത് കൊണ്ടും സർജറിക്ക് പോവാതെ തന്നെ ഇത്തരം നടുവേദനകൾ പൂർണ്ണമായും ആയുർവേദ ചികിത്സ കൊണ്ട് ഭേദമാക്കാവുന്നതാണ്. കൂടാതെ നടുവേദനയുടെ മറ്റൊരു കാരണമാണ് പ്രസവം. പ്രസവശേഷമുള്ള നടുവേദന നമ്മുടെ ഇടയിലുള്ള പുതിയ തലമുറയിലെ അമ്മമാരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ഇത് കാരണം അവർക്ക് ജോലിക്ക് പോകാനോ കുഞ്ഞുങ്ങളെ നേരെ നോക്കാനോ പോലും കഴിയാത്ത അവസ്ഥ സംജാതമാകുന്നുണ്ട്. ഇതിന് നല്ല ഒരു ശാശ്വത പരിഹാരമാണ് ഒഴിച്ചിലും അനുബന്ധമായിട്ടുള്ള ചികിത്സകളും. ഒഴിച്ചിലെന്ന് വെക്കുമ്പോൾ പലപ്പോഴും പ്രസവശേഷമുള്ള നടുവേദനയ്ക്കുള്ള ഒഴിച്ചിൽ വേറെ രീതിയിലുള്ളതാണ്. പ്രസവം കഴിഞ്ഞ് 60 ദിവസത്തിന് ശേഷം ഇത്തരം ചികിത്സകൾ
എടുക്കാവുന്നതാണ്. കൂടുതൽ ദിവസങ്ങൾ പലപ്പോഴും ആവശ്യമുണ്ടാവാറില്ല. കാരണം പ്രസവശേഷം അമ്മമാരിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവിലുള്ള വ്യതിയാനം, അതുപോലെ പ്രൊജസ്ട്രോണിൻ്റെ അളവിൽ വ്യതിയാനം വരികയും പ്രൊലാക്റ്റിൻ എന്ന ന്യൂ ആയിട്ടുള്ള ഒരു ഹോർമോൺ ശരീരത്തിലേക്ക് വരികയും ചെയ്യുന്നതിനാൽ ബോഡിയുടെ ടെക്സ്ചർ മാറ്റം വരികയും സോഫ്റ്റ് ആവുകയും ചെയ്യും. അത് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊലാക്റ്റിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായി മസ്കുലേച്ചറിൽ വരുന്ന വ്യതിയാനവും പിന്നെ അതുകൂടാതെ പ്രസവ സമയത്ത് നട്ടെല്ലിന് വരുന്ന ഭാരവും അത് പിന്നെ പ്രസവത്തിൻ്റെ സമയത്ത് പെൽവിസ് ബോണിന് വരുന്ന വികസനവും ഇതെല്ലാം കാരണം ഇത്തരം വേദനകൾ ഉണ്ടാവാറുണ്ട്. ഇതിന് ഇത്തരം ചികിത്സകൾ വളരെ ഫലപ്രദമാണ്. പ്രസവശേഷം റെസ്റ്റ് എടുക്കേണ്ടതും മരുന്നുകൾ കറക്റ്റ് കഴിക്കേണ്ടതും അതും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടത് ഇത്തരം ചികിത്സകളുടെ ഭാഗമായി ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമ്മൾ നാട്ടുചികിത്സ എന്ന രീതിയിൽ ചെയ്യുന്ന ചികിത്സകൾ പ്രസവശേഷമുള്ള നടുവേദനയ്ക്ക് അപര്യാപ്തമാണ്. ഇത് മനസ്സിലാക്കി ശാസ്ത്രീയമായി ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത് വഴി പ്രസവശേഷമുള്ള നടുവേദന പൂർണ്ണമായും മാറ്റാവുന്നതാണ്. നടുവേദനയ്ക്ക് ഉള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. നേരത്തെ ഞാൻ ഒരു എക്സസൈസിൻ്റെ കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഇനി പറയാനുള്ളത് വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദവുമായിട്ടുള്ള ഒരു മെത്തേഡാണ് കരിനെച്ചി എന്നൊരു ഇലയുണ്ട്. സാധാരണയായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഇലയല്ല. ഈ കരിനെച്ചി ഇലയുടെ നീര് 30 ml എടുത്തിട്ട് അതിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിൽ 30 ml, വെള്ളം ചേർക്കാതെയാണെങ്കിൽ 15 ml മതി. ഒന്ന് വാട്ടി പിഴിഞ്ഞെടുത്താൽ അത്രയും നീര് കിട്ടും. അതിൽ 10 ml ഗന്ധർവസ്ഥാതി ആവണക്കെണ്ണ, അതും ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് 21 ദിവസം വരെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് നീർക്കെട്ടുകൾ ഒഴിഞ്ഞു പോകും. ഇത് സാധാരണയായി ഉപദ്രവകരമല്ലാത്ത എല്ലാ തരം നടുവേദനകളിലും പ്രയോഗിക്കാവുന്നതാണ്. ഇതിൽ വരുന്ന മാറ്റം എന്ന് പറയാൻ, ഇതുകൊണ്ട് സയൻറ്റിഫിക്കലി ഉണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുമ്പോൾ നീർക്കെട്ടാണ് ഇവിടെ മാറുന്നത്. അപ്പോൾ നന്നായിട്ട് വയറിളകി പോവും. അതുകൊണ്ട് നീർക്കെട്ട് മാറുകയും ഇൻഫ്ലമേഷൻ, അവിടെയുള്ള ഇൻഫ്ലമേഷന് ഇൻഫെക്റ്റീവ് ഇൻഫ്ലമേഷൻ ആണെങ്കിൽ പോലും ഇതുകൊണ്ട് ഒരു പരിധിവരെ സുഖപ്പെടുത്താൻ കഴിയുന്നതാണ്. പക്ഷേ ക്യാൻസർ പോലുള്ള മറ്റ് രോഗങ്ങളിലൊക്കെയാണ് ഇതെങ്കിൽ ഒരിക്കലും ഇതുകൊണ്ട് മാറില്ല. ഓസ്റ്റോ ആർത്രൈറ്റിസ് ആണെങ്കിലും ഒരു പരിധിവരെ ഇതുകൊണ്ട് സുഖം കിട്ടുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.